ഹായ്, ഈ ട്രെയിനിങ് സെക്ഷനിൽ കാണിക്കുന്നത് മുമ്പ് നമ്മൾ വാറ്റിൽ പല ടൈപ്പ് ബിൽ സീരീസ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഉദാഹരണത്തിന് റീറ്റെയിലിന് 01, 02, 03 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതുപോലെ ഹോൾസെയിലിന് 01, 02, 03, 04 അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട്, അതുപോലെ ഇൻ്റർസ്റ്റേറ്റ് സെയിൽസുള്ള ആൾക്കാർ 01, 02, 03 അഥവാ സെയിൽസിനുള്ള വൗച്ചേഴ്സിന് തന്നെ സെപ്പറേറ്റ് പല സീരിയസ് ആയിട്ട് നമ്മൾ ബിൽ സ്റ്റൈൽ ഉപയോഗിച്ചിരുന്നു. അത് വാറ്റ് ഇ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് അപ്ലോഡ് ചെയ്യാനും പറ്റിയിരുന്നു. ഇൻ്റർസ്റ്റേറ്റ് ബിൽ 01, 02 എന്ന മെത്തേഡിലും റീറ്റെയിൽ സെയിൽസ് 01, 02 എന്നുള്ള മെത്തേഡിലും, അതുപോലെ എത്ര വൗച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആ വൗച്ചേഴ്സൊക്കെ അതിൻ്റെ സീരിയൽ വെച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റിയിരുന്നു. എന്നാൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഒറ്റ ബിൽ സീരീസാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അഥവാ നമ്മൾ കസ്റ്റമർ ടൈപ്പിനനുസരിച്ച് ഇൻ്റർസ്റ്റേറ്റ് കസ്റ്റമർ ആണോ അത് ഇൻ്റർസ്റ്റേറ്റ് ബില്ല്, റീറ്റെയിൽ കസ്റ്റമർ ആണോ അത് റീറ്റെയിൽ ബില്ല്, B2B അഥവാ ഹോൾസെയിൽ കസ്റ്റമർ ആണോ ഹോൾസെയിൽ ബില്ല് എന്ന മെത്തേഡിലാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വെബിലോട്ട് അവരെ ഇ ഫയൽ GSTR1 നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബില്ലും നമുക്ക് സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ബിൽസിനും ഒരു ആൽഫബറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് റീറ്റെയിൽ ബില്ല് അഥവാ മുമ്പ് നമ്മൾ അതിന് ക്യാപ്ഷൻ കൊടുത്തിരുന്നത് അഥവാ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫോം 8B റീറ്റെയിൽ എന്നുള്ളതായിരുന്നു. അതുപോലെ ഹോൾസെയിൽ ബില്ലിന് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫോം 8 എന്നായിരുന്നു. ഇനി മുതൽ എന്നാൽ GST വന്നത് മുതൽ റീറ്റെയിൽ ഹോൾസെയിൽ എന്നുള്ള ക്യാപ്ഷന് പകരം GST ഉപയോഗിക്കുന്നത് B2B അഥവാ രജിസ്റ്റേർഡ് ബിസിനസ് ടു രജിസ്റ്റേർഡ് ബിസിനസ്, B2C രജിസ്റ്റേർഡ് ബിസിനസ് ടു അൺരജിസ്റ്റേർഡ് ഡീലർ, അൺരജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് അഥവാ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഹോൾസെയിൽ, ഇത് റീറ്റെയിൽ. ഈ രണ്ട് ക്യാപ്ഷനാണ്. പിന്നെ യൂസ് ചെയ്യുന്നത് EXP എന്നുള്ള എക്സ്പോർട്ട് എന്നുള്ളതിൻ്റെ സെയിൽസ് എന്നുള്ളതിനാണ്. ഇത് നമ്മൾ ഒരു ക്യാപ്ഷനായിട്ട് കൊടുത്തതാണ്. ഈ രണ്ട് ക്യാപ്ഷനാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ സെയിൽസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ട് അഥവാ CDNR എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ GST വന്നതോടുകൂടി നമുക്ക് ഒരു ആൽഫബറ്റ് വെച്ചിട്ട് മാത്രമേ രണ്ട് വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അഥവാ റീറ്റെയിൽ, ഹോൾസെയിൽ, അതുപോലെ ഇൻട്രസ്റ്റേറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല കസ്റ്റമർക്ക് സിംഗിൾ വൗച്ചർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെയിനിങ് സെക്ഷൻ്റെ ഈ അപ്ഡേഷൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 001, 002 എന്നുള്ള മെത്തേഡിൽ തന്നെ ബില്ല് GSTR1 അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതല്ല നമുക്ക് റീറ്റെയിൽ കസ്റ്റമർ ഉണ്ട്, ഹോൾസെയിൽ കസ്റ്റമർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ആൽഫബറ്റ് വെച്ചിട്ട് നമുക്ക് വൗച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ മുമ്പത്തെ ട്രെയിനിങ് സെക്ഷനിൽ സോഫ്റ്റ്വെയർ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി കാണിച്ചിരുന്നു. ആ അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സോഫ്റ്റ്വെയർ മുമ്പത്തെ ട്രെയിനിങ് സെക്ഷനിൽ കാണിച്ചതുപോലെ ഹെൽപ്പിൽ, സിസ്റ്റം മെയിൻസിൽ അപ്ഡേറ്റ് അക്രോബിസ് എന്നുള്ള സെക്ഷൻ ചെയ്യാം. അതിന് മുമ്പ് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ടാസ്ക് മാനേജറിൽ അക്രോബിസ് എന്നുള്ള സിംഗിൾ ഐക്കൺ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. മൾട്ടിപ്പിൾ ഐക്കൺസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അക്രോബിസിൻ്റെ അപ്ഡേഷൻ
സക്സസ് ആവില്ല. അപ്പോൾ അഥവാ ഒന്നിലധികം ഐക്കൺസ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ക്ലോസ് ചെയ്തിട്ട്, ഇവിടെ കാണുന്ന എത്ര ഐക്കൺസ് ഉണ്ടോ അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് റീഫ്രഷ് ആയിട്ട് ഒരു അക്രോബാറ്റ് തുറന്നതിന് ശേഷം വേണം നമുക്ക് അപ്ഡേഷൻ ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ വൗച്ചർ നമ്പർ ആവണം ബിൽ നമ്പർ. അഥവാ നമുക്ക് മൾട്ടിപ്പിൾ വൗച്ചേഴ്സ് ഉണ്ടെങ്കിൽ, റീറ്റെയിലും ഹോൾസെയിലും ഉണ്ടെങ്കിൽ, ഇനി റീറ്റെയിൽ ഹോൾസെയിൽ നമ്മൾ ഉപയോഗിക്കില്ല, ഇനി B2B B2C എന്നാണ് ഉപയോഗിക്കുക. B2C റീറ്റെയിൽ, B2B ഹോൾസെയിൽ എന്നുള്ള മെത്തേഡാണ് ഇനി നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഫയലിൽ ഗ്ലോബൽ സെറ്റിങ്സിൽ സെയിൽസ് എന്ന സെക്ഷനിൽ ലെഡ്ജർ വൗച്ചർ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എക്സിസ്റ്റിംഗ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ താഴെയുള്ള വൗച്ചർ നമ്പർ സീരീസ് എന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഡ്ജർ വൗച്ചർ നമ്പർ എന്നുള്ളത് വൗച്ചർ നമ്പർ ആക്കി മാറ്റി. അപ്പോൾ അതാക്കുന്നതോടുകൂടി നമുക്ക് താഴെ ഒരു സെക്ഷനിൽ ഓരോ വൗച്ചേഴ്സും സ്റ്റാർട്ട് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യും. അഥവാ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു കോമ എന്നുള്ള ലെറ്റർ സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഫസ്റ്റ് ഹോൾസെയിൽ, നെക്സ്റ്റ് റീറ്റെയിൽ, പിന്നെ നെക്സ്റ്റ് ഇൻട്രസ്റ്റേറ്റ്, B2B ഇൻട്രസ്റ്റേറ്റ് എന്നുള്ള മീനിങ്ങിലാണ്. അതുപോലെ B2C ലാർജ്, ഇതുപോലെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആവശ്യം വരുന്നതാണ്, ഒരു ഓപ്ഷനാണ്. അതുപോലെ എക്സ്പോർട്ട് സെയിൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ സെയിൽസ് റിട്ടേൺഡ് വൗച്ചറിൻ്റെ സീരിയൽ. ഓക്കെ, അപ്പോൾ ഇത് കസ്റ്റമേഴ്സിന് B2B എന്നല്ല വേണ്ടത്. ചില ക്ലയൻസ് ഓരോ ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 17, 18 സ്ലാഷ് റീറ്റെയിൽ സ്ലാഷ് എന്ന് വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓരോന്നും വെച്ചിട്ട് നമുക്ക് അതുപോലെ ഓരോ ഫേമിന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ ഫസ്റ്റ് ലെറ്റർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ സെക്ഷന് വേണ്ടി മാത്രമാവും ഇത് ഉപയോഗപ്പെടുക. അങ്ങനെ നമുക്ക് ഓരോ സെക്ഷനും ഏതൊക്കെ ലെറ്റേഴ്സ് വേണോ അത്രയും നമുക്ക് ഇത്രയും കോമൻ്റെ ഇടയിൽ നമുക്ക് കൊടുക്കാം. ഒരു സാമ്പിളിന് കാണിക്കുകയാണെങ്കിൽ ഈ കോമൻ്റെ ഇടയിൽ ഫസ്റ്റ് ഹോൾസെയിലിന് ഞാൻ കൊടുത്തു, ഇതാവും നമുക്ക് ഹോൾസെയിലിൽ നിന്ന് W വന്നിട്ടു. ഇനി റീറ്റെയിലിന് നമുക്ക് R എന്ന് കൊടുത്തു, റീറ്റെയിൽ. അങ്ങനെ എത്ര ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ ഡീഫാൾട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്തു. സേവ് ചെയ്യുന്നതോട് നമ്മളോട് ചോദിക്കും ഷുവർ ടു അപ്ഡേറ്റ് സെയിൽസ് ബിൽ സ്റ്റൈൽ ആൻഡ് അപ്ഡേറ്റ് വൗച്ചർ നമ്പർ. ഇത് ഓക്കെ കൊടുക്കുന്നതോടുകൂടി എക്സിസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന ബിൽ സ്റ്റൈലിൻ്റെ ഫോർമാറ്റിലൊക്കെ ബില്ലിൻ്റെ പ്രിൻറ്റിംഗ് കോളം അഥവാ ഇൻവോയ്സ് നമ്പർ എന്നുള്ള സ്ഥലത്ത് വരുന്നത് ഇപ്പോൾ ഇൻവോയ്സ് നമ്പറാണ്. അതിന് പകരം നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന വൗച്ചർ നമ്പറായി മാറും. ഓക്കെ, അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ കൊടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, ക്യാൻസൽ എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്ലയൻസിന് അഥവാ ഇത് വേണ്ട തിരിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഓപ്ഷൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഈ അപ്ഡേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇൻവോയ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സെയിൽസിൽ ഹോൾസെയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള B2B/0002 എന്നുള്ള മെത്തേഡ് വന്നു. ഹോൾസെയിൽ റീറ്റെയിൽ B2C/0002 എന്നുള്ള മെത്തേഡ് വന്നു. അതുപോലെ സെയിൽസ് റിട്ടേൺ CDNR/002 എന്നുള്ള മെത്തേഡ് വന്നു. അതുപോലെ പ്രിൻ്റ് ഔട്ടിലും വൗച്ചർ നമ്പർ 0123 എന്ന് വരുന്നത് മാറിയിട്ട് B2B0001 എന്നുള്ള മെത്തേഡായി. ഓക്കെ, ഇത്രയാണ് ഈ ട്രാൻസാക്ഷനിൽ കാണിക്കുന്നത്. അപ്പോൾ പുതിയ GST പ്രകാരം അതിൻ്റെ വൗച്ചർ നമ്പറിൻ്റെ സീരിയൽ വൗച്ചർ നമ്പർ എങ്ങനെ ആൽഫാ ന്യൂമറിക് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ട്രാൻസാക്ഷനിൽ കാണിച്ചത്. ഓക്കെ.